السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. والحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. മക്കൾക്ക് ഉപദേശം നൽകുക എന്നതാണ് ഇന്നത്തെ ഖുതുബയുടെ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യൂസിക്കുമുല്ലാഹു ഫീ ഔലാദിക്കും. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അല്ലാഹു നിങ്ങളെ ഉപദേശിക്കുന്നു. കവി പറഞ്ഞതായി കാണാം, ഊസിക്കും ബിതുഖൽ ഇലാഹി ഫഇന്നഹു യുതിർ ഗായിബ മൻ യശാഉ വയംനഉ. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് തഖ്വയോടെ ജീവിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നൽകുന്നതും അവൻ തന്നെയാണ് തടയുന്നതും. അതുപോലെ നിങ്ങളോട് ഉപദേശിക്കുന്നു, വബിബിർരി വാലിദിക്കും വതഅതി ഉമ്മിക്കും. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്നും അവരെ അനുസരിക്കണമെന്നും നിങ്ങളോട് ഉപദേശിക്കുന്നു. ഇന്നൽ അബർറ മിനൽ ബനീനൽ അത്വഉ. കാരണം മക്കളിൽ ഏറ്റവും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവർ അവരെ ഏറ്റവും കൂടുതൽ അനുസരിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് വസ്സൈനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വഇയ്യാകും അനിത്തഖുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പ് കഴിഞ്ഞു പോയവരെ ഉപദേശിക്കുന്നതും നിങ്ങളോട് ഉപദേശിക്കുന്നതും അനിത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് തഖ്വയോടെ ജീവിക്കണം എന്നതാണ്. ഏറ്റവും വലിയ ഉപദേശം എന്ന് പറയുന്നതും തഖ്വയാണ്. ഒരു മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന ഉപദേശത്തിലും ഏറ്റവും പ്രാധാന്യമേറിയത് അത് തഖ്വ തന്നെയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മകനോട് ഉപദേശിക്കുന്നത് കാണാം, യാ ബുനയ്യ ഇത്തഖില്ലാഹ്. എന്റെ കുഞ്ഞുമോനെ, നീ അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കണം. കാരണം ആരെങ്കിലും അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുന്നെങ്കിൽ അള്ളാഹു അവനെ പ്രൊട്ടക്ട് ചെയ്യും, അള്ളാഹു അവനെ സംരക്ഷിച്ചു കൊള്ളും. അതുപോലെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് തവക്കുൽ ചെയ്ത് ജീവിക്കുക എങ്കിൽ അള്ളാഹു മതിയാകുന്നതാണ്. അതുപോലെ നിന്റെ ഹൃദയത്തിൽ ഏറ്റവും മുഖ്യമായ വിഷയവും നിന്റെ ഏറ്റവും വലിയ കാഴ്ചപ്പാടും അത് തഖ്വ തന്നെയായിരിക്കട്ടെ. മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ പുഷ്പങ്ങളാണ്, മാതാപിതാക്കളുടെ കൺകുളിർമയാണ്, മാതാപിതാക്കളുടെ ഹൃദയങ്ങളുടെ സന്തോഷമാണ്. ആ മക്കളിലാണ് മാതാപിതാക്കൾ അവരുടെ ഭാവി കാണുന്നത്. മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിന്റെ എക്സ്പീരിയൻസും അവരുടെ അനുഭവ ചിന്താഗതികളും മക്കൾക്ക് നൽകുന്നു. തത്വജ്ഞാനികളിൽ ഒരാൾ മക്കളെ ഉപദേശിക്കുന്നത് നമുക്ക് കാണാം, എന്റെ കുഞ്ഞുമോനെ, ഇന്നി മുസവ്വിദുകും മിൻ നഫ്സി. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു എന്റെ ജീവിതത്തിൽ നിന്നുള്ള അനുഭവ ജ്ഞാനങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ നിന്നെ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ മക്കളോട് മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന അത്രയും വലിയ സ്നേഹം, അതുപോലെ അവർക്ക് ഉപകാരം ലഭിക്കണം എന്ന അത്യാഗ്രഹം, അതുപോലെ അവരോടുള്ള പ്രിയം അത് മറ്റൊരാൾക്കും ഉണ്ടാവുകയില്ല. മാത്രമല്ല, ഏതെങ്കിലും ഒരാൾ മറ്റൊരാൾക്ക് സംതൃപ്തിയോടുകൂടി നൽകുന്നത് അത് ഭൂമി ലോകത്ത് മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്നതിനേക്കാളും മഹത്തായ ഒരു നൽകൽ വേറെ ഇല്ല. ഇനി പരിശുദ്ധ ഖുർആനിൽ നോക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ അവരുടെ മക്കളെ ഉപദേശിച്ചത് അമ്പിയാക്കളുടെ വീടുകളിൽ നമുക്ക് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം ഉപദേശിച്ചത് കാണാം, യാ ബുനയ്യ ഇന്നി ഊസീക്.
എന്റെ കുഞ്ഞുമോനെ ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഉപദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എടുത്തുദ്ധരിക്കുക മാത്രമല്ല അത് എന്നും നിലനിർത്തുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ആ ഉപദേശം? വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബു യാ ബനിയ്യ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എന്റെ മക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, ഈ ദീനിനെ അള്ളാഹു നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകാൻ പാടില്ല. അതുപോലെ ബഹുമാനപ്പെട്ട ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം, മകനോട് ഉപദേശിച്ച ഉപദേശം സൂറത്തുൽ ലുഖ്മാനിൽ കാണാം. ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅബു, മകനെ ഉപദേശിച്ചുകൊണ്ട് പറയുന്ന ആ ഉപദേശം നമുക്ക് ഖുർആനിൽ കാണാം. എന്താണ് അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്? ഒന്നാമതായിട്ട് ബിൽ ഈമാനി ബിറബ്ബിഹി, അല്ലാഹുവിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം എന്നതും, പിന്നീട് സ്വഭാവ സംസ്കരണം ഉണ്ടാകണമെന്നും മറ്റുള്ളവർക്ക് സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നുമായിരുന്നു ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശങ്ങളിൽ പ്രധാനമായും ഉണ്ടായിരുന്നത്. അതുപോലെ നമ്മുടെ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശം, മകളോടുള്ള ഉപദേശം നമുക്ക് കാണാം. ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുന്നത് കാണാം, മാ യംനഉകി അൻ തസ്മഈ മാ ഊസീക ബിഹി, ഞാൻ നിന്നോട് ഉപദേശിക്കുന്നത് നിനക്ക് സ്വീകരിക്കാൻ യാതൊരു തടസ്സവുമില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൗതികവും പാരത്രികവുമായ എല്ലാ നന്മകളും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ഉപദേശിക്കുമായിരുന്നു. ഇങ്ങനെയായിരുന്നു സാലിഹീങ്ങളുടെ സ്വഭാവം എന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة. മുഅ്മിനീങ്ങളുടെ സ്വഭാവം അവർ പരസ്പരം ക്ഷമ കൊണ്ട് ഉപദേശിക്കുന്നവരും അതുപോലെ കാരുണ്യം കൊണ്ട് ഉപദേശിക്കുന്നവരുമാണ്. ഉലൈക അസ്ഹാബുൽ മൈമന, അവർക്കാണ് വലതു കൈകളിൽ ഗ്രന്ഥം ലഭിക്കുന്ന വിഭാഗം. അതുകൊണ്ട് ഉപദേശം നൽകിക്കൊണ്ടിരിക്കുക എന്നത് അത് ഇസ്ലാമിൽ ഏറ്റവും വലിയ മൂല്യമുള്ള കാര്യമാണ്. നമ്മുടെ മക്കൾക്ക് അത് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നതുമാണ്. അതിന്റെ ഫലം പിന്നീട് അവരുടെ ജീവിതത്തിൽ അത് നാം കാണുകയും ചെയ്യും. ആ പ്രകാശം ഒരിക്കലും അത് കെട്ടുപോകുന്നതല്ല. അത് സന്താന പരമ്പരകളിലൂടെ അതങ്ങോട്ട് ഇറങ്ങി എന്നും നിലനിൽക്കുന്നതുമാണ്. മാത്രമല്ല, നമ്മൾ ജീവിക്കുന്നതും നമ്മുടെ പിതാക്കന്മാര് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പിതാക്കന്മാര് അവരിലൂടെ കൈമാറി വന്ന ഒരുപാട് ഉപദേശങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തുകയാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മക്കളെ ഉപദേശിക്കുന്ന കാര്യം. അതുപോലെ മക്കളോട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാൻ പറയേണ്ടത്, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിനെ നിങ്ങൾ വഴിപ്പെടണം എന്ന കാര്യം അവരോട് പറഞ്ഞു കൊടുക്കണം. അതുപോലെ കുടുംബ ബന്ധം ചേർത്തിക്കൊണ്ടിരിക്കണമെന്നും സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെയെല്ലാം സഹായിച്ചു കൊണ്ടിരിക്കണമെന്നും അതുപോലെ പാരമ്പര്യ മൂല്യങ്ങൾ മുറുകെ പിടിക്കണമെന്നും അതുപോലെ ഉന്നത സ്വഭാവത്തിന്റെ ഉടമകളാവണമെന്നും അവരോട് ഉപദേശിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ അവരോട് ഉപദേശിക്കുമ്പോൾ അത് ഏറ്റവും നല്ല വാക്കുകൾ കൊണ്ടും ഏറ്റവും നല്ല ശൈലിയിലും ആയിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേസമയം തന്നെ ഉപദേശിക്കാൻ വേണ്ടി ഏറ്റവും നല്ല സന്ദർഭവും സാഹചര്യവും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയവരെയും ചെറിയവരെയൊക്കെ ഉപദേശിക്കുമ്പോൾ പ്രത്യേകം സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നബി തങ്ങൾ തെരഞ്ഞതായിട്ട് നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നത് കാണാം, കുൻതു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ, ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ ഗുലാം, മോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് ചില കലിമാത്തുകൾ, ചില വാചകങ്ങൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. ഇത് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിക്കുന്ന സന്ദർഭങ്ങളിൽ
ഉപദേശിക്കുന്ന ആളോടുള്ള ആ സ്നേഹ പ്രകടനവും അവരുടെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് അടുക്കലും ഇതൊക്കെ നബിതങ്ങളുടെ ഒരു സ്വഭാവ ശൈലിയായിരുന്നു. ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം എന്റെ കൈ പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശത്തിന്റെ ശൈലിയിൽ ആ ഒരു ശൈലി നമ്മൾ ഉൾക്കൊള്ളണം. എന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നു, യാ മുആദ്, മുആദേ, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക, അല്ലാഹുവിനെ തന്നെ സത്യം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. ഫഖുൽതു, മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ബിഅബി അൻത വ ഉമ്മി, എന്റെ ഉമ്മയെയും ബാപ്പയെയും ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. വല്ലാഹി ഇന്നി ലഉഹിബ്ബുക, നബിയെ, തങ്ങളെയും ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ മുആദ് ഇന്നി ഊസീക്, മുആദേ, ഞാൻ നിന്നോട് ഉപദേശിക്കുന്നു. ഇപ്രകാരം ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശത്തിന്റെ ശൈലി. അതുകൊണ്ട് നമ്മൾ വളരെയധികം നമ്മളെ മക്കളെ ഏറ്റവും നല്ല ഒരു ശൈലിയിലേക്ക് കൊണ്ടുവരാൻ, നല്ല സ്വഭാവത്തിന്റെ ഉടമകളാക്കി കൊണ്ടുവരാൻ നമ്മൾ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കണം. അതുപോലെ നമ്മുടെ മാതാപിതാക്കളുടെ ഉപദേശങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പരിഗണിക്കുകയും ചെയ്യണം. മാതാപിതാക്കളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു ഉപദേശം മറ്റാരാണ് നമുക്ക് നൽകുന്നത്? അതേപ്രകാരം തന്നെ മാതാപിതാക്കൾ ഇല്ലെങ്കിൽ അവരുടെ സ്ഥാനത്ത് നിൽക്കുന്ന മാതൃ സഹോദരൻ അല്ലെങ്കിൽ പിതൃ സഹോദരൻ ആരാണോ ഉള്ളത്, അവരുടെ വാക്കിന് നിങ്ങൾ വലിയ വില കൽപ്പിക്കണം. കാരണം ഒരാളുടെ പിതൃ സഹോദരൻ എന്ന് പറയുന്നത് അതവന്റെ പിതാവിന്റെ സ്ഥാനത്തുള്ളവൻ തന്നെയാണ്. അതുകൊണ്ട് അവരുടെ ഉപദേശങ്ങൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് രത്നങ്ങളാണ്. അത് ചെറുപ്രായത്തിലും വലിയ പ്രായത്തിലും നമുക്ക് ഉപകരിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ഭരണകൂടങ്ങളുടെ ഉപദേശം, അതും നാം വളരെയധികം മൂല്യത്തോടുകൂടി കാണേണ്ടതാണ്. കാരണം അവർ വലിയ ദീർഘദൃഷ്ടിയുള്ളവരാണ്, അവർ വലിയ അനുഭവജ്ഞാനങ്ങളുള്ളവരാണ്, അവർ നമ്മുടെ നന്മകളെല്ലാം ധാരാളം അറിയുന്നവരാണ്, നമുക്കുള്ള ഉപകാരങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നവരുമാണ്. അതുകൊണ്ട് നാം അത് രേഖപ്പെടുത്തുകയും നമുക്ക് ആവശ്യമാകുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ പകർത്തുകയും ചെയ്യണം. എങ്കിൽ അതിന്റെ ആ അനുഗ്രഹം, അതിന്റെ ആ നന്മ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ ഒരു മരത്തിന്റെ ഉപമ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കുക. ഒരു നല്ല മരം, അതിന്റെ മുരട് ഭൂമിയിൽ നല്ല ഉറച്ചു നിൽക്കുന്നു, അതിന്റെ ചില്ലകളെല്ലാം ആകാശത്തിൽ പന്തലിച്ചു നിൽക്കുന്നു. റബ്ബിന്റെ സമ്മതത്തോടുകൂടി അതിന്റെ ഫലങ്ങൾ എപ്പോഴും അത് നൽകിക്കൊണ്ടേയിരിക്കുന്നു. എന്നതുപോലെ നിങ്ങളും നിങ്ങളുടെ മക്കളും എല്ലാം ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി തീരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ രാജ്യത്ത് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തിയും സമാധാനവും അഭിവൃദ്ധിയും നിലനിർത്തുമാറാകട്ടെ. ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കെല്ലാം ഏറ്റവും ഹൈറായ കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഭരണാധികാരികളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും, അതുപോലെ എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.